മദ്യപിക്കുന്നവരെ ഓർത്തോ, ഒരു സഹോദരനാണ് മാറിയതെങ്കിൽ ഇനി രഹസ്യമായി മദ്യപിക്കുന്നവർ ഞാൻ പറയുന്ന ഹദീസ് ഒന്ന് കേൾക്കണേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ മാത മുദ്മിനൽ ലിൽ ഖം കാബിദില്ലാത വൽ ഉസ്സാ. ആരൊരാള് മദ്യപിച്ച അവസ്ഥയിലാണ് മരിച്ചു പോയതെങ്കിൽ അഥവാ ചത്തുപോയതെങ്കിൽ കാബിദില്ലാത വൽ ഉസ്സാ, അറേബ്യയിലെ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ, മുശ്രിക്കീങ്ങൾ, ബഹുദൈവ ആരാധകർ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും ആരാധിച്ച് ചത്തുപോയവനെ പോലെ നാമധാരിയായ മദ്യപാനിയായ കള്ളുകുടിയനായ മുസ്ലിമേ മദ്യപിച്ചുകൊണ്ട് മരിച്ചു പോയാൽ കാബിദില്ലാത്ത വൽ ഉസ്സാ, ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെ ആയിരിക്കും അവൻ ചത്തുപോവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉടനെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത മുദ്മിനൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. മദ്യപാനി എന്ന് പറഞ്ഞാൽ മുഴുക്കുടിയന്മാരെ കുറിച്ചല്ലയോ നബിയെ ഈ പറഞ്ഞത്? വല്ലപ്പോഴും കല്യാണത്തിന്റെ പേരിലോ വിനോദത്തിന്റെ പേരിലോ അടിച്ചുപൊളിയുടെ പേരിലോ ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ കുടിക്കുന്ന ഒരു വ്യക്തി കുടിച്ച പാടെ അവൻ തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അവരെ കുറിച്ചാണോ നബിയെ ഈ പറഞ്ഞതെന്ന് സഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ, നിങ്ങൾ പറയുന്നത് പോലെയല്ല വിഷയം. വലാകിൻ ഹീന യശ്റബുഹാ വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മദ്യപിച്ചു, അവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയി, ആ വ്യക്തിയും നാളെ ആഖിറത്തിൽ എഴുന്നേറ്റ് വരുന്നത് ലാത്തയെയും ഉസ്സയെയും ആരാധിച്ച് ചത്തുപോയവനെ പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, മൻ കാന ഫീ സദ്രിഹി ആയത്തുൻ മിൻ കിതാബില്ലാഹ് വസുബ്ബ അലൈഹൽ ഖംർ جاء يوم القيامة كل حرف من تلك الآية فيأخذ بناصيته حتى يوقفه بين يدي الله عز وجل فيخاصمه عليه. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാമധാരികളായി ജീവിക്കരുതേ മുസ്ലിമേ. ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യാൻ അറിയാത്ത മുസ്ലിം ഉണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് സത്യം. കേവലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും അറിയാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഇല്ല സഹോദര. മുഴുക്കള്ളുകുടിയനായാൽ പോലും, വ്യഭിചാരിയായാൽ പോലും, അഭിസാരിക വൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയായാൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് അറിയാത്ത ഒരു മുസ്ലിമും ലോകത്തില്ല എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ കാന ഫീ സദ്രിഹി ആയത്തുൻ മിൻ കിതാബില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ നാമം, ആയത്തുകൾ പഠിച്ച് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും വസുബ്ബ അലൈഹൽ ഖംറു, ആ ആയത്തുകളെ മലീമസപ്പെടുത്തിക്കൊണ്ട് അവൻ ആ ഹൃദയത്തിലൂടെ ഗളനാളത്തിലൂടെ ആ ഖുർആനിന്റെ ആയത്തുകളെയും വചനങ്ങളെയും അധ്യായങ്ങളെയും മാലിന്യം കൊണ്ട് അവൻ നിറച്ചുകൊണ്ട് മദ്യം അതിലേക്ക് ഒഴിച്ചാൽ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ കുല്ലു ഹർഫിൻ മിൻ തിൽക്കൽ ആയ, ഈ ഖുർആനിന്റെ ആയത്തുകളുടെ ഓരോ അക്ഷരങ്ങളും ഖിയാമത്ത് നാളിൽ കടന്നു വരുമത്രേ. ഫയഖുദു ബിനാസിയതിഹി, ഈ മദ്യപാനിയുടെ കുടുമിക്ക് പിടിച്ചുകൊണ്ട് ഹത്താ യൂഖിഫഹു ബൈന യദയില്ലാഹി അസ്സ വജൽ. പരിശുദ്ധ പ്രവാചകന്റെ വാക്കാണ്, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഈ വെള്ളിയാഴ്ച രാത്രി തൗബ ചെയ്ത് ഈ സഹോദരനെ പോലെ മാതൃക കാട്ടിയാൽ നാളെ സ്വർഗലോകത്ത് ഉന്നതമായ പദവി അലങ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ പട്ടികയിൽ നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടാൻ കഴിയും സഹോദര. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, ഫയുഖാസിമഹു, ഈ മദ്യപാനിയുടെ കുടുമിക്ക് പിടിച്ചുകൊണ്ട് ഹത്താ യൂഖിഫഹു ബൈന യദയില്ലാഹി അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരമോന്നത കോടതിയുടെ മുന്നിൽ
കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ഫയുഖാസിമഹു അലൈഹി, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഈ കള്ളുകുടിയനെതിരെ, ഈ മദ്യപാനിക്കെതിരെ, ഈ മദ്യത്തിന്റെ അടിമയ്ക്കെതിരെ, ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവനെതിരെ, ഹാൻസ് ഉപയോഗിക്കുന്നവനെതിരെ, പുകവലിക്കുന്നവനെതിരെ, ഖൈനി ഉപയോഗിക്കുന്നവനെതിരെ, തുളസി ഉപയോഗിക്കുന്നവനെതിരെ, ടൊബാക്കോ ഉപയോഗിക്കുന്നവനെതിരെ അവന്റെ കുടുമിക്ക് പിടിച്ചിട്ട് പറയുമത്രേ, സഹോദരാ, നീ എന്റെ ഖുർആൻ ഈ ആയത്തുകളെ മാലിന്യപ്പെടുത്തിയവനാണ്, നശിപ്പിച്ചവനാണ്. അതുകൊണ്ട് റബ്ബേ, ഇവനെ നീ നരകത്തിലിട്ട് കത്തിക്കണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഫൽവൈൽ ഫൽവൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. ഏതൊരു വ്യക്തിക്കെതിരെ ഖുർആൻ വാദപ്രതിവാദം നടത്തിയോ, ഏതൊരു വ്യക്തിക്കെതിരെ ഖുർആൻ അല്ലാഹുവിന്റെ ദർബാറിൽ പോയി പടച്ച തമ്പുരാനോട് വാദം നടത്തിയോ, അവൻ തൊലഞ്ഞത് തന്നെ, അവൻ നശിച്ചത് തന്നെ. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തുജാലിസു അലാ ശർബത്തിൽ ഖംർ, മദ്യപാനിയുടെ പരിസരത്ത് പോയിരിക്കരുത്, അവനുമായി ചങ്ങാത്തം സ്ഥാപിക്കരുത്. വലാ തുസല്ലിമു അലൈഹി, അവന് സലാം പറയരുത്. വലാ തത്തബിഉ ജനായിസഹു, അവന്റെ മയ്യത്തിനെ അനുഗമിക്കരുത്. വലാ തഊദു മർളാഹും, അവർ രോഗികളായാൽ രോഗസന്ദർശനം നടത്തരുത്. കാരണം എന്തെന്നറിയുമോ, വഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി യസീലു ലുആബുഹു. ഓരോ മദ്യപാനികളും നാളെ ആഖിറത്തിൽ കറുത്ത് ഇരുണ്ട മുഖഭാവത്തോടുകൂടി വികൃത രൂപത്തോടുകൂടിയായിരിക്കും വരിക. പേപ്പട്ടിയുടെ നാവ് ഇറങ്ങിക്കിടക്കുന്നത് പോലെ ഈ മദ്യപാനിയുടെ നാവ് അവന്റെ നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കും അത്രേ. യസീലു ലുആബുഹു, പേപ്പട്ടിയുടെ നാവിലൂടെ ഈളയിട്ട് വീഴുന്നത് പോലെ ഈ മദ്യപാനിയുടെ നാവിലൂടെ ഈളയിട്ട് വീഴും അത്രേ. വയഖദിറുഹു കുല്ലു മൻ റആ, മൈസറാവൻ സഭയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഈ വരുന്ന പേക്കോലം കണ്ടുകൊണ്ട് അത് സഹിക്കവയ്യാതെ ദുർനാറ്റം വമിക്കുന്നു എന്ന് മനസ്സിലാക്കി വഅറഫഹു, അവൻ പറയുമത്രേ, അന്നഹു ശാരിബു ഖംർ, ദുനിയാവിൽ മദ്യം കുടിച്ചവനാ, ദുനിയാവിൽ ബ്ലാക്ക് പെപ്പർ കുടിച്ചവനാ, ദുനിയാവിൽ വൈറ്റ് ചീസ് കുടിച്ചവനാ, ദുനിയാവിൽ വൈറ്റ് ഡ്രം അടിച്ചവനാ, ദുനിയാവിൽ 3x രം അടിച്ചവനാ, ദുനിയാവിൽ ബിയർ അടിച്ചവനാ, ദുനിയാവിൽ ഡോക്ടർ രുചിച്ചവനാ, ദുനിയാവിൽ 8 PM കുടിച്ചവനാ. ഇവന് രക്ഷയില്ല, ഇവന് രക്ഷയില്ല. ഇവന്റെ അവസ്ഥ ഇതായിരിക്കും, ദാരുണമായ അവസ്ഥയായിരിക്കുമെന്ന് മഹ്ശറ വൻസഭയിൽ ഓരോ വ്യക്തികളും ഇവനെ കണ്ടുകൊണ്ട് പറയുമെങ്കിൽ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർക്കെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വാസമുണ്ടെങ്കിൽ ഫലാ യശ്റബിൽ ഖംറ, അവർ മദ്യം കുടിക്കരുത്. അത് ബിയർ ആകട്ടെ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഡോസ് കൂടിയതാകട്ടെ, മുന്തിരിച്ചാറാകട്ടെ, അത് കുടിക്കരുത്. ലഹരി പദാർത്ഥമാണെങ്കിൽ കുടിക്കരുത്. ഹാൻസ് കഴിക്കരുത്, തുളസി ഉപയോഗിക്കരുത്, ടൊബാക്കോ ഉപയോഗിക്കരുത്. നിങ്ങളുടെ തൊള്ളയിൽ ഇടയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ലഹരി മരുന്നുകളുണ്ടല്ലോ, അത് കഴുകിക്കളഞ്ഞിട്ട് നമസ്കരിക്കാൻ വരുന്ന സഹോദര, നിന്റെ നമസ്കാരം വൃഥാവിലാണ് സഹോദര. ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുഫ്തിരിൻ വ മുസ്കിർ, ശരീരത്തിന് ബലഹീനതയുണ്ടാക്കുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുകയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പുക വലിക്കലും തെറ്റാണ്, ബീഡി വലിക്കലും തെറ്റാണ്, ഹാൻസ് തിന്നലും തെറ്റാണ്, തുളസി വെക്കലും തെറ്റാണ്. സഹോദരാ, സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വീണ്ടും നബി തങ്ങൾ പറയുകയാ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരൊരാൾ അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ, മദ്യം വിളമ്പുന്ന ബാറിൽ പോയിരിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി, റിസോർട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതേ, ബാറുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കരുതേ. ചില മാന്യന്മാര് പറയും, ബാർ അപ്പുറത്തല്ലേ, ബാർ അപ്പുറത്താണല്ലോ, നമുക്ക് ഇപ്പുറത്ത് ഹോട്ടലിൽ നല്ല ചോറ് കിട്ടൂലേ, നല്ല ഭക്ഷണം കിട്ടൂലേ, അവിടെ നല്ല മീൻ പൊരിച്ചത് കിട്ടും. റിസോർട്ടിലൊക്കെ പോകുമ്പോ ബാർ അപ്പുറം, നമ്മള് ബാറ് വെള്ളം അടിക്കുന്നില്ലല്ലോ.
നബി തങ്ങൾ പറഞ്ഞു, അറിയാം ഇന്ന് കുറെ ന്യായന്മാരുണ്ടാകും, ന്യായാധിപന്മാരുണ്ടാകും, അവർക്ക് വെള്ളമടിക്കാൻ വേണ്ടി അവർ ന്യായം കണ്ടെത്തും. ഹബീബായ തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാ പറഞ്ഞത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മായിദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ. മദ്യം വിളമ്പുന്ന റിസോർട്ടിലെ ഹോട്ടലിൽ പോയി ഒരാൾ പോലും ഇരിക്കരുത്, അവിടുന്ന് ഭക്ഷണം കഴിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി. ഇതിനേക്കാൾ വലിയ ഗൗരവം എന്താ? ഒരു സഹോദരൻ മാറി, ഇനി അടുത്ത സഹോദരങ്ങൾ മാറട്ടെ. വേണ്ട, മദ്യം വിളമ്പുന്ന കല്യാണം വേണ്ട, മദ്യം വിളമ്പുന്ന ജീവിതം വേണ്ട. നബി തങ്ങൾ പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വിജു. ആരൊരാൾ മദ്യപിക്കുന്നു അവനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. മദ്യപാനികളെ കല്യാണം കഴിക്കാൻ പാടില്ല. അവന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം എടുക്കുകയും ചെയ്യരുത്. മദ്യപാനിക്ക് കള്ളുകുടിയന്മാർക്ക് മകളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യരുത്.